ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്നത് അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങളും അല്ലാതെ ഞാൻ പോയ വിശേഷങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ മഴക്കാലത്ത് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അടൂർ പാർത്ഥസാരഥി ക്ഷേത്രം തിരുവിതാം ദേവസ്വം ബോർഡിൻ്റെ കൊട്ടാരക്കര ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഏകദേശം 10 ദശകാലം ആയി പാർത്ഥസാരഥി ക്ഷേത്രം അവിടെ വന്നിട്ട്. ഇതാദ്യം ഗണപതി സത്രമായിരുന്നു. കുളക്കട നമ്പിമഠവുമായിട്ടുള്ള ഒരു സത്രമായിരുന്നു ഇത്. ഗണപതിക്കും ശിവനും നിത്യപൂജ നടത്തുന്ന സമയത്ത് ഗണപതിയുടെ മേൽക്കൂര അടർന്ന് വീഴുകയും, പക്ഷേ ഈ സമയത്ത് 2 ഭിത്തികൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിലാണ് പാർത്ഥസാരഥിയുടെ ചൈതന്യം ഉണ്ടെന്ന് അറിഞ്ഞതും ഭക്തജനങ്ങളുടെയും അഭ്യർത്ഥന മുഖേന കണക്കിലെടുത്ത് സർ CP നായർക്കും പണ്ടത്തെ മഹാരാജാവിനും അന്നിവിടെ അമ്പലം പണിയണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥന നൽകി. അത് മഹാരാജാവ് അംഗീകരിക്കുകയും 1130 വർഷം മലയാള മാസം 1955 ആണ്ട് പ്രതിഷ്ഠിച്ചതാണിത്. ആ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹം വെച്ചിട്ടത് അന്നവിടെ ഉറച്ചില്ല. കാരണം നേരത്തെ ഗണപതിയും മഹാദേവനെയാണ് അവിടെ പരിപാലിച്ച് വന്നിരുന്നത്. ആ വിഗ്രഹങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ പാർത്ഥസാരഥിയുടെ വിഗ്രഹം അവിടെ ഉറച്ചതും പിന്നെ അവിടുത്തെ ഉപദേവതകളായി ഗണപതിയെയും മഹാദേവനെയും കുടിയിരുത്തത്. നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രം. ഒത്തിരി ഭക്തജനങ്ങളും വരുന്ന വ്യാഴാഴ്ചയാണ് അവിടെ പ്രത്യേകത. നമുക്ക് അടൂർ റോഡ് സൈഡിൽ തന്നെയാണിത്. അവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ട്, അവിടെ ഇരിക്കാം. കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലവും നല്ല അന്തരീക്ഷവും മനസ്സിന് സമാധാനവും എല്ലാം ഉണ്ടാവും. ആൽമരമുണ്ട്, ആൽമരത്തിൻ്റെ ചുവട്ടിലും ഇരിക്കാം. നല്ല തിക്കും തിരക്കുമുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഇന്ന് പോയപ്പോൾ തിരക്കൊന്നുമില്ല. കാരണം ഇന്നത്തെ ദിവസം അറിയാമല്ലോ, വ്യാഴാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ചയാണ് അവിടുത്തെ പ്രത്യേകത കേട്ടോ. വെള്ളിയല്ല, നാളെ ഇന്ന് ബുധനാഴ്ച പോയി, സോറി. ഇത് ക്ഷേത്രകുളത്തിലെ നമ്മുടെ ഭഗവാന്റെ വിഗ്രഹമാണ് ഈ കാണുന്നത്. നല്ല ഇത് പാർത്ഥസാരഥിയുടെ ഫ്രണ്ടിലെ ആർച്ചാണ്, ഗോപുരം. അതിനും ഒരു കഥയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഒറ്റ വീഡിയോ കൊണ്ട് തീരുന്ന കാര്യങ്ങളല്ല പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പറക്കോട് ബെസ്റ്റ് ബേക്കറി കേക്ക് ഹൗസിലേക്കാണ് എത്തിയത്. അതിൻ്റെ തൊട്ടടുത്തൊരു പച്ചക്കറി കടയുണ്ടായിരുന്നു. അവിടെ കയറി. അവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പായ് ഉണ്ടായിരുന്നു. പായിയെ കണ്ടു. അവിടെ നിന്ന് ഇച്ചിരി ബീട്രൂട്ട് വാങ്ങിച്ചു. നാളെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് ഇന്നേ റെഡിയാക്കാനായിട്ടാണ്. നല്ല പയറും ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വാങ്ങിച്ചില്ല. ക്യാരറ്റ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ബേക്കറിയിലേക്ക് കയറി. ബേക്കറിയുടെ വീഡിയോ ക്ലിയർ അല്ല, അടുത്ത് പോകുമ്പോൾ ഞാൻ നല്ലതായിട്ട് എടുക്കാം. അവിടെ നിന്ന് ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നല്ല വെറൈറ്റി ഐറ്റം കേക്കൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ബെസ്റ്റ് ബേക്കറി. മലപ്പുറത്തുള്ള ഒരു ചേട്ടനാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഇടപെടലാണ്, നല്ല കസ്റ്റമറോടൊക്കെ വളരെ നീറ്റായിട്ടാണ്. പൈസയും ചെറുതായിട്ടേ ഉള്ളൂ, വലിയ വിലയൊന്നുമില്ല. എല്ലാ സാധനത്തിനും തുച്ഛമായിട്ടുള്ള വിലകളേ ഉള്ളൂ. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ളതാണ്. നമ്മളോടുള്ള ഇടപെടലും നല്ലതാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നതാണ്. ബെസ്റ്റ് ബേക്കറി
നമ്മുടെ പറക്കോട് ജംഗ്ഷനിൽ തന്നെയാണ്, ദൂരമൊന്നുമില്ല, എല്ലാവർക്കും അതറിയാം. എന്നാലും ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചതാണ്. ബെസ്റ്റ് ബേക്കറി അറിയാമെന്നുള്ളവരൊക്കെ പോവുക, വാങ്ങുക. കേക്കൊക്കെ നല്ല മിതമായ നിരക്കിൽ തന്നെ അവിടെ കിട്ടുന്നുണ്ട്, ഐസ്ക്രീമും എല്ലാം കിട്ടുന്നുണ്ട്. എന്ന അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബായ്.